ഹലോ, ഞാൻ സുജിത്ത്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്നോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ലൊരു സ്റ്റഡി സ്റ്റേബിൾ ഫോളോ ആയിരുന്നു വേണ്ടത്. ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചാർട്ട് നോക്കാം, നമുക്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കാം. ഓക്കെ, നിഫ്റ്റി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ലൈക്ക് നല്ലൊരു ഫോളോ ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഓപ്പൺ ചെയ്തു, പിന്നെ ഒരു ഫോൾസ് അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പറയാറുള്ളത്, ചാടിക്കേരി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ചാടിക്കേരി വാങ്ങരുത്. നമ്മളൊരു 9:30 വരെയൊക്കെ ഒബ്സേർവ് ചെയ്യണം മാർക്കറ്റ് ഏത് സൈഡിലാണ് പോകണമെന്ന്. അപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം മാർക്കറ്റിൽ എൻട്രി എടുക്കുക. ഇത് ഇവിടെ കണ്ടില്ലേ, ഗ്യാപ് ഡൗൺ തന്നു, പിന്നെ റിക്കവറി. കുറേ ആൾ വിചാരിക്കും ഇത് കയറി അങ്ങ് പോകുന്നു, പക്ഷേ എങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. 2 o'clock വരേക്കും ഇതേ ഒരു മൂവ്മെൻറ്റ് സ്റ്റേബിളായി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈഡ് വേസ് മാർക്കറ്റ് പോയി. എനിക്കൊന്ന് നെക്സ്റ്റ് എക്സ്പയറിയിലേക്ക് ഇനിയും ബയേഴ്സോ സെല്ലേഴ്സോ എൻ്റർ ചെയ്തിട്ടില്ല. ഇവിടെ സെല്ലേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറുങ്ങനെ ഒന്ന് 3 o'clock 3:30 ആകുമ്പോൾ പിന്നെയും താഴോട്ടൊന്ന് വരേണ്ടതാണ്. പക്ഷേ സെല്ലേഴ്സ് കുറവാന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും അടുത്ത എക്സ്പയറിയിലേക്ക്. അപ്പോൾ നാളത്തേക്ക് എന്താ സംഭവിക്കുക എന്നുള്ള ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 25,000 കഴിഞ്ഞിട്ടാണ് നാളെ ഓപ്പണിംഗ് എങ്കിൽ 25,000 ആ ഒരു ലെവലാണ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 25,000 ഇവിടെ 25,000 ലെവലിൽ മാർക്കറ്റ്, ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫോളോ പ്രതീക്ഷിക്കാം കേട്ടോ. സംടൈംസ് സൈഡ് വൈസ് ആയിരിക്കും, ബിക്കോസ് കഴിഞ്ഞ 5-6 ട്രേഡിംഗ് ഡേയ്സ് കണ്ടിന്യൂസ് ഫോളോ ആയിരുന്നു മാർക്കറ്റ്. ചിലപ്പോൾ സൈഡ് വൈസ് പോവാം, സംടൈംസ് ചെറിയൊരു റിക്കവറിയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ കണ്ടറിയാം നമുക്ക്. കാരണം നാളത്തെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് അടുത്തൊരു ഡേ മാർക്കറ്റ് ട്രെൻഡിങ് ആണോ, ബാരിഷ് ആണോ, ബുള്ളിഷ് ആണോ നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഫ്രീ ഫോളാണ് നാളത്തേക്കെല്ലാം. ഇപ്പം നമ്മൾ 5 ഡേയ്സ് എടുത്താലും 1 month ചാർട്ട് എടുത്താലും അവിടെ റിക്കവറീൻ്റെ ഒരു ഗ്രീൻ ക്യാൻഡിലും ഫോം ചെയ്തിട്ടില്ല. ഫ്രീ ഫോളാണുള്ളത് ക്യാൻഡിൽ. അപ്പോൾ ലെറ്റ്സ് സീ, നാളെ നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാൻ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, കൂടെ നിന്നാൽ. കാരണം ഇതൊരു പാഷനാണ്. ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നാൽ നല്ല രസമുള്ള കളിയല്ല, നോളജാണ്. പഠിച്ച് ചെയ്യണം. പിന്നെ ഇതിൽ കുറേ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ഇനി. അതും അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല, ബട്ട് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബൈ, നാളെ കാണാം.